നല്ല കംഫർട്ടബിൾ ആണ്. സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഓഫീസിൻ്റെ ഒരു ചെറിയ ടൗൺ ഹാൾ അല്ലെങ്കിൽ ഒരു ആനുവൽ മീറ്റിംഗ് എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കുറച്ച് ഞാൻ വിഷ്വൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് വാ, എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അത് കഴിഞ്ഞിട്ടാവാം. ഹായ്, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ഹാർഡ് ഡിസ്ക് വാങ്ങിയിട്ടുണ്ട്. ഇത് PC-യിൽ ഫിറ്റ് ചെയ്യണം. അതാണ് ഇന്നത്തെ പരിപാടി. സോ ഇതിന് മുമ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ട്, അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കുറേ കൊല്ലം മുമ്പാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് ഓർമ്മയൊന്നുമില്ല. നമുക്ക് ഏതായാലും ഇത് ഫിറ്റ് ചെയ്യൽ എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. സോ നമുക്ക് ഇതിലേ കൂടെ ആയിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ കുറച്ച് സ്ഥലം ആക്കണം ആദ്യം, ഈ വയറൊക്കെ മാറ്റിയിട്ട്. സോ ഞാൻ ഇത് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. മറ്റേത് ഈ വഴിയാണ് അത് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതും കണക്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മദർ ബോർഡിൽ കണക്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ആ ഒരു പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് ഈ വഴി മദർ ബോർഡിൽ കണക്ട് ചെയ്യാനുള്ള ഒരു വഴി ഉണ്ടാക്കണം. അങ്ങനെ നമ്മളത് ഇവിടുത്തെ സാറ്റ കേബിൾ കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓണാക്കി നോക്കണം. പിന്നെ ഈ ടോർച്ച് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് അമ്മ എനിക്ക് തന്നു വിട്ടതാ കേട്ടോ. എന്നിട്ട് ഞാൻ ചോദിച്ചു അമ്മേനോട്, എന്തിനാ എനിക്ക് ഇതെല്ലാം, അവിടെ കറണ്ടൊന്നും പോകില്ല, ഇതിൻ്റെ ആവശ്യം വരികയില്ല എന്ന്. ഞാൻ എപ്പോൾ കറണ്ട് പോയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ പരിപാടി ഉണ്ടെങ്കിൽ ഈ ടോർച്ച് ഉപയോഗിക്കല്. അങ്ങനെ ബാക്കിയില്ല വയേഴ്സും ഒക്കെ കണക്ട് ചെയ്ത് ഇനി നമുക്ക് നോക്കാം ഇത് ഓണാവോ ഇല്ലയോ എന്ന്. ഇനി നമ്മൾ ഇട്ട സാധനം വർക്ക് ചെയ്യണുണ്ടോ നോക്കാം. ഇതിൻ്റെ ചില്ലിൻ്റെ വശം അപ്പുറമാണ്. പക്ഷെ അപ്പുറം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സേഫ് ഒന്നും അല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ വെച്ചത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ ലൈറ്റൊക്കെ ഉണ്ട്. സോ ഗായ്സ്, നമ്മുടെ സംഭവം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മിഷൻ ഏതായാലും സക്സസ്ഫുൾ ആയി. ഇനിയിപ്പോൾ അതിൻ്റെ ഡിസ്കൊക്കെ ഒന്ന് പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലം യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ യൂട്യൂബിന് വേണ്ടിയിട്ട് സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ഒന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷേ എൻ്റെ ഫോണിൽ സ്ഥലമില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരു ഫോൺ സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആണെങ്കിൽ ഡു ലെറ്റ് മീ നോ. സോ യാ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പീസ് ഔട്ട്. ഇന്ന് സൺഡേ ആൻഡ് കുറേ നാളിന് ശേഷം ഞാൻ ഇന്ന് പുറത്ത് പോവാ. ഞാൻ ഇന്നൊരു ബിരിയാണി ആക്കി, അത് നിങ്ങൾ കണ്ടിട്ടു ആദ്യം. സോ ഗൈസ്, ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാം. ഉള്ളിയൊക്കെ വരട്ടി ഇനി കുറച്ച് തക്കാളിയാക്കി ഇടാം. സോ ഗൈസ്, ഇനി നമുക്ക് ചിക്കൻ ഇടണം. വെള്ളമൊക്കെ ഒഴിച്ച് ഒരു വിസിലടിച്ച് കഴിഞ്ഞ് ഇപ്പോൾ കാറ്റൊക്കെ പോയി. അതാണ് നമ്മുടെ ബിരിയാണി. കുറച്ച് പായസമായിട്ടുണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റും. അതൊരു തട്ടിക്കൂട്ട് സെറ്റപ്പിലാക്കിയതായിരുന്നു, പക്ഷെ പാളി. സോ ഞാനെന്നിട്ട് കുറച്ച് നേരം എന്തൊക്കെയോ പണിയൊക്കെ ഉണ്ടായത് ചെയ്തു. കുറച്ച് നേരം കടന്നുറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന്. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് പുറത്ത് പോകുക. സോ ഗൈസ്, അങ്ങനെ ബസ് കിട്ടി. ഇന്ന് ഇനി എന്താ
പരിപാടി എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് പോകണമെന്ന് വിചാരിച്ചല്ല. പിന്നെ നാട്ടിൽ വരുന്നതിന് മുമ്പേ കുറേ നാളായി ഇങ്ങോട്ടേക്ക് പുറത്ത് വന്നിട്ട്. ഇപ്പം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് 1 മാസമായിട്ട് എല്ലാ സൺഡേയും അവിടെ തന്നെ ആയിരിക്കും, പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പുറത്ത് പോകാമെന്ന്. പിന്നെ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി കുറച്ച് നേരം. ഞാനങ്ങനെ ഉറങ്ങാറില്ല, ഭയങ്കര ക്ഷീണം പോലെ ആയിട്ട് ഞാൻ വിചാരിച്ച് കുറച്ച് നേരം ഉറങ്ങാം. എന്നിട്ട് ആണെങ്കിൽ വൈകി പോയി. അതുകൊണ്ടാണ് കുറച്ച് വൈകി പോയി. 6 മണിയായി. പക്ഷേ ഇവിടെ പിന്നെ എപ്പോഴും വണ്ടിയും ഇതും ഒക്കെ ഉണ്ടാവണോണ്ട് സീനില്ല. വന്നിട്ട് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഫുഡ് ഏതായാലും ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഏതായാലും ഒന്ന് കറങ്ങിയിട്ട് വരാം. പറ്റുവാണെങ്കിൽ 2-3 ഷോർട്സൊക്കെ വാങ്ങണം, ഡെക്കാത്ത് വാങ്ങണം. അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം. മടക്കി വെക്കണ ഒരു കസേര വാങ്ങണം എന്ന് എൻ്റെ വലിയ ആഗ്രഹമാണ്. നമുക്ക് വർക്ക് ഫ്രം ഹോം ഉള്ള എന്തെങ്കിലും ജോലി കിട്ടിയിട്ട് ഇവിടുന്ന് പോണ സമയത്ത് നമുക്ക് വാങ്ങാം. അല്ലാതെ ഇവിടെ നിൽക്കുന്ന സമയത്ത് വാങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ച സൈക്കിൾ നമുക്ക് എടുത്ത് ഓടിക്കാനൊക്കെ പറ്റും കേട്ടോ. ഈ ആൾക്കാരൊക്കെ ഓടിക്കണ കാണില്ലേ. ഐ തിങ്ക് ഇത് വാല്യൂ ഫോർ മണി ആണെന്ന്. ഇതാണ് നമ്മുടെ അടുത്തത്. ഇങ്ങനത്തെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഡാമേജ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കിതെടുക്കാം. നല്ല കംഫർട്ടബിൾ ആണ്. സോ ഇതെടുക്കണതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ പൈസ ഒക്കെ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ എനിക്ക് നേരെ അങ്ങോട്ടേക്ക് ബസ് കിട്ടും. അതിന് പോണതാണ് നല്ലതെന്ന് തോന്നുന്നു. AC ബസ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ പോവാം. ഈ കാണുന്ന ഗരുഡാമാൾ കണ്ടോ? പണ്ട് അച്ഛൻ ആർമിയിൽ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓർമ്മയുണ്ട്.
ഒക്കെ കഴുകി വെക്കണം. അതാണ് ഇനി ഇന്നത്തെ പരിപാടി. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യില്ല. കാരണം വർക്ക് റിലേറ്റഡ് ആയിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതും ടൈം കൺസ്യൂമിങ് ആണ്, അതും കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ രണ്ടും കൂടി മാനേജ് ചെയ്ത് കുറച്ച് എന്താ പറയുക ടഫാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുക കുറച്ച് നാൾ യൂട്യൂബൊക്കെ പോസ് ചെയ്തിട്ട് അതിൽ കുറച്ച് ഫോക്കസ് ചെയ്യാമെന്ന്. സോ പിന്നെ ഈ വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ജെന്യൂൻ ആയിട്ട് കാണുന്നവരായിരിക്കും. സോ ഡു ലെറ്റ് മീ നോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ. നിങ്ങൾക്ക് വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഞാനൊരു 2 വീക്സിലൊരു വീഡിയോ എന്തെങ്കിലും പോലെ അപ്ലോഡ് ചെയ്യാം. ഇഫ് നോട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കാണാം. സോ ടിൽ ദെൻ ടാറ്റ ബൈ ബൈ.